പണ്ടുകാല സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് സൗപർണിക. പ്രത്യേകമായി പറഞ്ഞാൽ ബാല്യകാലം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിത എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോഴിതാ സൗപർണികയുടെ അച്ഛൻ്റെ സഹോദരി അന്തരിച്ചു എന്ന വാർത്തയാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. അപ്പച്ചി എന്നാണ് അച്ഛൻ്റെ സഹോദരിയെ സൗപർണിക വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പച്ചിയുടെ മരണം ഏറ്റവും കൂടുതൽ സങ്കടത്തിലാണ് ഇപ്പോൾ സൗപർണികയെ അത് വീഴ്ത്തിയിരിക്കുന്നത്. അത്രമേൽ സങ്കടത്തിൽ നിൽക്കുകയാണ് എന്നും ഈ ഒരു വിഷമം കടന്ന് എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നും സൗപർണികയുടെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നുണ്ട്. അപ്പച്ചിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് തൻ്റെ സങ്കടം ഇപ്പോൾ അറിയിക്കുകയാണ്. 78 വയസ്സായിരുന്നു വസുന്ധര പി എന്ന സൗപർണികയുടെ അപ്പച്ചിക്ക്. ശിവദാസൻ ആണ് വസുന്ധരയുടെ ഭർത്താവ്. കൊല്ലം ജില്ലയിൽ വെളിയിൽകുളങ്ങര എന്ന സ്ഥലത്താണ് ഇവരുടെ വീട്. അവിടെ വെച്ച് തന്നെയാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കുമെന്നും വൈകുന്നേരം 5 മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് തന്നെയാണ് നടക്കുന്നതെന്നും സൗപർണിക അറിയിച്ചിട്ടുണ്ട്. സൗപർണിക കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചതും അപ്പച്ചിയെക്കുറിച്ച് തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി തന്നെ അപ്പച്ചിയെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പച്ചി വയ്യാതെ കിടന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വന്നതും ഈ സമയത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് സംസാരിക്കാനുള്ളതും സൗപർണികയെക്കുറിച്ച് തന്നെയായിരുന്നു. വളരെ ചെറുതിലെ സൗപർണിക സീരിയലിലും സിനിമയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയതും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും എല്ലാത്തിനും പോകണമെന്ന ആശംസകൾ അറിയിക്കുന്നതും എല്ലാം ഈ അപ്പച്ചി തന്നെയായിരുന്നു. അതുതന്നെയാണ് സൗപർണികയെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം. ശരിക്കും പറഞ്ഞാൽ ഈ സങ്കടത്തിൽ നിന്ന് കരകയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നല്ല കാലത്ത് നമ്മളോടൊപ്പം പിന്തുണയുമായി നിൽക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ മോശം സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരുമായി നമുക്ക് ഒരുപാട് പേർ ഉണ്ടാകും. അതിൽ മോശം സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരോട് നമുക്കൊരു സ്നേഹം കൂടുതലുണ്ടായിരിക്കും. ആരോരുമല്ലാതിരുന്നപ്പോൾ സൗപർണികയെ ഇഷ്ടപ്പെട്ട അപ്പച്ചിക്ക് ഇപ്പോഴും ആ ഇഷ്ടം അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ കാണുന്നത് പോലെ തന്നെയാണ് സൗപർണികയെ അപ്പച്ചി എപ്പോഴും കണ്ടിരുന്നത്. മരിക്കുന്നത് വരെയും ഓർമ്മയുള്ള സമയം അത്രയും സൗപർണികയെ അങ്ങനെ തന്നെയാണ് കണ്ടത്. സൗപർണികയെ കാണുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി വരും. എപ്പോഴും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. സഹോദരൻ്റെ മകളായിട്ടല്ല, മറിച്ച് സ്വന്തം മകളായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നും ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് സൗപർണികയെ കൊഞ്ചിക്കാറുള്ളത്. അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അപ്പച്ചിയും സൗപർണികയും തമ്മിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ ബന്ധുക്കൾ എല്ലാവരുമായി വളരെയധികം അടുപ്പമാണ് സൗപർണികയ്ക്ക്. അതിനൊരു കാരണവും അപ്പച്ചി തന്നെയാണ്. കുട്ടിക്കാലം മുഴുവൻ വെക്കേഷനെല്ലാം അപ്പച്ചിയോടൊപ്പം ചിലവഴിക്കാൻ കൂടുതലും ഇഷ്ടമായിരുന്നു സൗപർണികയ്ക്ക്. അങ്ങനെ ഒരുപാട് കഥകളാണ് അപ്പച്ചിയെക്കുറിച്ച് പറയാനുള്ളത്. ബാല്യകാലം മുതലും ഒരു സ്കൂൾ കാലഘട്ടത്തിലുമൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് സുപരിചിതമായ നിരവധി കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷമായ താരം തന്നെയാണ് സൗപർണിക. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സൗപർണികയെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത്. ഇപ്പോഴിതാ സൗപർണികയുടെ വീട്ടിലെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.